ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മേഘനും പ്രതാപനും ചേർന്ന് മല ചവിട്ടാൻ പോകുന്ന കണ്ണനെയും മഹാലക്ഷ്മിയെയും സാഗറിനെയും ഒരുമിച്ച് തീർക്കാനായിട്ട് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. പിന്നീട് അമ്പലത്തിലെത്തുന്ന മഹി കണ്ണേട്ടൻ നടന്നു തുടങ്ങിയെന്നും മലയ്ക്ക് പോകാൻ തുടങ്ങുകയാണ് എന്നും പറയുമ്പോൾ ഇത്തവണ മല ചവിട്ടാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. ശത്രുക്കൾ കൂടെ തന്നെയുണ്ട്, സാരമില്ല, അകമ്പടിയായിട്ട് ആൾ കൂടെ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെള്ളി നാണയം മഹിയെ ഏൽപ്പിക്കുകയും അത് കണ്ണനോട് മണിമണ്ഡപത്തിൽ ഇടണമെന്ന് പറയണമെന്നും അമ്മ പറയുന്നുണ്ട്. ശേഷം മാർക്കോയാണെങ്കിൽ കണ്ണനെയും കൂട്ടി ഒറ്റപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിലെത്തുന്നു. തുടർന്ന് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ഞാൻ മഹാലക്ഷ്മിയെ ആദ്യമായി കണ്ടത്. ഞാനിവിടെ ആൽത്തറയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അവതാരം എടുത്തവരാണോ സിദ്ധയായിട്ടുള്ള അമ്മയും മാർക്കോയും ഒക്കെ എന്നും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മനസ്സിൽ തോന്നുന്ന സംശയം കണ്ണൻ തുറന്നു ചോദിക്കുമ്പോൾ അത് കണ്ണൻ സാറിൻ്റെ മഹാലക്ഷ്മിക്കും എങ്ങനെ വേണമെങ്കിലും കരുതാം. ആപത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാൻ എത്തുന്നവരെ അവതാരങ്ങളായിട്ടാണല്ലോ മറ്റുള്ളവർ കാണുക. എന്തായാലും കണ്ണൻ സാർ ശബരിമലയ്ക്ക് പോകുന്നതിന് മുൻപ് ഇവിടുത്തെ അയ്യപ്പ ഭഗവാന്റെ മുൻപിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ കണ്ണൻ അയ്യപ്പ ഭഗവാന് മുൻപിൽ നെയ്വിളക്ക് കത്തിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും തൻ്റെ കാലുകൾക്ക് സ്വാധീനശക്തി തന്നതിന് ഭഗവാനോട് നന്ദി പറയുകയും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും മല ചവിട്ടി അയ്യപ്പ സന്നിധിയിലെത്തി ഭഗവാനെ ദർശിക്കാൻ സാധിക്കണമേ എന്നും മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. ഇതേ സമയം സിദ്ധിയായിട്ടുള്ള അമ്മയും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ ധ്യാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കണ്ണനും മാർക്കോയും തൊഴുതിറങ്ങുന്നു. തുടർന്ന് സാർ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ മാത്രം വീണ്ടും ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇന്ന് നീയും ആ മോനും അയ്യപ്പ ഭഗവാനെ കാണാൻ പോവല്ലേ, അതിന് വിഘ്നം വരുത്താനായിട്ട് ചിലർ പുറകെ ഉള്ളതായിട്ട് അമ്മയ്ക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിഴൽ പോലെ നീ ആ മോൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ പളനിയാണ്ടവനെ ആവാഹിച്ച വേൽ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞുകൊണ്ട് മാർക്കോ അമ്മയുടെ അനുഗ്രഹം, അതുകൊണ്ട് കണ്ണൻ സാറിന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അനുഗ്രഹവും വാങ്ങുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് കാണിക്കുന്നത് കമലേശ്വരത്താണെങ്കിൽ കെട്ടുനിറയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഗുരുസ്വാമിയും മറ്റു സ്വാമിമാരും എത്തിയിട്ടുണ്ട്. മഹിയാണെങ്കിൽ അവർക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. കാലിന് സ്വാധീനമില്ലാത്ത ആളാണ് മലയ്ക്ക് പോകുന്നത്, അതുകൊണ്ട് ഈ യാത്രയ്ക്ക് ഒരു പ്രാധാന്യമുണ്ടെന്നെല്ലാം ഗുരുസ്വാമി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രതാപൻ്റെ അടുത്ത് വന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇത്തവണയെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോടാ. വേറൊന്നുമല്ല, അന്ന് ലക്ഷ്മിയുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹം കൊണ്ട് കളയാൻ നോക്കിയപ്പോൾ എന്താ ഉണ്ടായതെന്ന് നിനക്കും അറിയാമല്ലോ. ഇതിപ്പോൾ അയ്യപ്പസ്വാമിയെ കാണാനുള്ള പോക്കാണ് കണ്ണൻ്റേത്, അതുകൊണ്ട് ഇത് വല്ലതും നടക്കുമോ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ ആ ഒരു ആശങ്ക എനിക്കും ഉണ്ടമ്മേ. അന്ന് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അമ്മയുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹം തെറിച്ചുപോയി. അത് കൃത്യമായിട്ട് അവൾ പൂജിക്കുന്നിടത്ത് ചെന്ന് ചേരുകയും ചെയ്തു. അതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും മേഘൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. മേഘൻ വിലക്കെടുത്തവന്മാർക്ക് അഡ്വാൻസായിട്ട് നല്ലൊരു തുക കൊടുത്തിട്ടുണ്ട്. അവർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി തുക ഞാൻ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ഒരുത്തി ഇവിടെ കണ്ണൻ മലയ്ക്ക് പോകുന്നതുകൊണ്ട് രാവിലെ പൂജാമുറിയിൽ കയറി തുടങ്ങിയ പ്രാർത്ഥനയാണ്. ആ മാർക്കോയും സാഗറും അവനോടൊപ്പം പോകുന്നുണ്ടല്ലോ. മാർക്കോയെ ആദ്യം തീർക്കണം, എന്നിട്ട് വേണം കണ്ണനെ എന്തെങ്കിലും ചെയ്യാൻ എന്നെല്ലാം പറയുമ്പോൾ മാർക്കോയെക്കുറിച്ച് ഗുണ്ടകൾക്ക് അവന്മാർക്കൊന്നും അറിയില്ല. അവന്മാർ വരുത്തന്മാരാണ്. മാർക്കോയും കണ്ണനെയും തീർത്തു കഴിഞ്ഞാൽ പിന്നെ സാഗറൊന്നും വലിയ വിഷയമല്ല, അവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കരുണയാണെങ്കിലും ദുർഗയോടും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇത്തവണ രാഷ്ട്രീയ ഗുണ്ടകളെയാണ് അച്ഛനും മേക്കേട്ടനും ചേർന്ന് കണ്ണനെയും മാർക്കോയെയും സാഗറിനെയും തീർക്കാൻ പറഞ്ഞു വിടുന്നത്. ആദ്യം മാർക്കോയെ തീർക്കണം, എങ്കിലേ മറ്റുള്ളവന്മാരെ തീർക്കാൻ പറ്റൂ എന്നെല്ലാം പറയുമ്പോൾ അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കരുണയെന്ന് പറയുമ്പോൾ മേഘേട്ടനും അച്ഛനും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മലയ്ക്ക് പോയിട്ട് വരുന്ന അവർ 3 പേരും ജീവനോടെ തിരിച്ചു വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. അവർ മലയ്ക്ക് പോകുന്ന സമയത്ത് മഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. മോള് മുത്തശ്ശിയെയും കൂട്ടിപ്പോയി ആ വൈദ്യൻ്റെ അടുത്ത് നിന്ന് വിഷമരുന്ന് വാങ്ങിക്കൊണ്ട് വരണം എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഇത്രയ്ക്കും നമ്മൾ ഒരുപാട് തിരിച്ചടികളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അതിന് പകരമായിട്ട് ഇത്തവണ നമ്മളാണ് തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് അമ്മേ.
എല്ലാവർക്കും മഹാലക്ഷ്മിക്ക് ഇനി കണ്ണീരൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഢമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അങ്ങനെ കണ്ണനും മാർക്കോയും സാഗറും കെട്ട് നിറച്ച് അയ്യപ്പ ദർശനത്തിന് പോകുന്നു. അപ്പോൾ സാഗറിനോടായിട്ട് മഞ്ജുവും പറയുന്നുണ്ട്, കണ്ണേട്ടനെ പ്രത്യേകം സൂക്ഷിക്കണം, ആ മേഘൻ അവനെ പേടിക്കണം, അവനൊരു രാക്ഷസനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവൻ പോയാലും കണ്ണൻ സാറിന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കുമെന്ന് സാഗറും പറയുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് മേഘൻ പറഞ്ഞു വിട്ട ആ വാടക കൊലയാളികളാണെങ്കിൽ അയ്യപ്പന്മാരാണെന്ന വ്യാജേന അവരോടൊപ്പം കടന്നു കൂടുന്നുണ്ട്. അങ്ങനെ കണ്ണൻ നടന്ന് മല കയറുന്നത് കാണുമ്പോൾ അവർക്ക് ശരിക്കും ഞെട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. കാരണം മേഘൻ പറഞ്ഞിരിക്കുന്നത് കാലിന് സ്വാധീനമുള്ള ഇല്ലാത്ത ഒരാളാണ് കണ്ണൻ എന്നാണ്. പക്ഷെ കണ്ണൻ കൂളായിട്ട് നടക്കുന്നത് കണ്ട് അവർ ശരിക്കും ഞെട്ടിത്തെറിക്കുന്നുണ്ട്. എന്തായാലും മാർക്കോയ്ക്കാണെങ്കിൽ ആ ഗുണ്ടകളെക്കുറിച്ച് ചില അയ്യപ്പന്മാരെക്കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അവർ വാടക കൊലയാളികളാണോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ മാർക്കോ തൻ്റെ കയ്യിലുള്ള വേലുപയോഗിച്ച് അവർ വാടക കൊലയാളികളാണെന്ന് ശക്തി കൊണ്ട് അവർ വാടക കൊലയാളികളാണെന്ന് തിരിച്ചറിയുകയും അവർക്ക് കണക്കിന് കൊടുത്ത് അവരെ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് തൻ്റെ ആഗ്രഹം പോലെ കണ്ണൻ നടന്ന് തന്നെ മല ചവിട്ടി അയ്യപ്പ ഭഗവാനെ ദർശിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദർശനം കഴിഞ്ഞ് യാത്ര തിരിക്കുന്ന കണ്ണനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, ഇനി കണ്ണൻ സാറിൻ്റെ കാലിന് സ്വാധീനം കിട്ടിയ കാര്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. കണ്ണൻ സാറിനെ തീർക്കാനായിട്ട് ആളെ വിട്ട് ശത്രുക്കളുടെ മുന്നിലേക്ക് അവർക്ക് നല്ലൊരു തിരിച്ചടി കിട്ടണം. അങ്ങനെ ദർശനം കഴിഞ്ഞ് നടന്ന് തന്നെ കണ്ണൻ സാറ് ചെല്ലണം. അത് അവർക്ക് ഒരിക്കലും മറക്കാത്ത ഒരു ഷോക്കായിരിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശബരിമല യാത്ര കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് നടന്നു വരുന്ന കണ്ണനെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ കരുണയും ദുർഗയും അതുപോലെ തന്നെ ഉണ്ണിയൊക്കെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്